ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇൻക്ലൂഡിങ് CC 1000 കുറേ നാളായി നമ്മൾ 1000ൻ്റെ കോമ്പോ ഇട്ടിട്ടല്ലേ. അപ്പോൾ ഇൻക്ലൂഡിങ് CC 1000 വരുന്ന ഒരു 6 കോമ്പോസ് ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. കൊറിയർ ചാർജ് അടക്കം 1000 രൂപ കേട്ടോ. അപ്പോൾ ഓരോ കോമ്പോസായിട്ട് നമുക്ക് പരിചയപ്പെടാം. 5 പ്ലാന്റ് വീതമുള്ള കോമ്പോസും 4 പ്ലാന്റും 3 പ്ലാന്റും ഒക്കെയുള്ള കോമ്പോസ് ഉണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പോയ്ക്കകത്ത് വരുന്നത് അഞ്ചുമാനി പിങ്കിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് നൈറ്റ് സ്പാർക്കിളിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. നെക്സ്റ്റ് വരുന്നത് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. അടുത്തായിട്ട് വരുന്നത് പിങ്ക് ഡാൽമൻഷൻ്റെ ഡാൽമൻഷൻ അല്ല, സ്പീഷ്യസ് റെഡ്, ഡയമണ്ട് റെഡ് എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് കേട്ടോ. ഒരു ബേബി പിങ്ക് ഷെയ്ഡിലുള്ള പ്ലാന്റാണ്. അടുത്തത് വരുന്നത് നമ്മുടെ തായ് റെഡിൻ്റെ പ്ലാന്റാണ്, കളറായി വരുന്നുള്ളൂ. ഈ പ്ലാന്റ്സാണ് നമ്മുടെ ഫസ്റ്റത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് ഡ്രാഗൺ റെഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ള ഒരു പ്ലാന്റ്. അടുത്തത് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. അടുത്തത് സൂപ്പർ റെഡ്, തായ് റെഡ് ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്, ഒരു മീഡിയം സൈസ് പ്ലാന്റാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഫയർ റെഡിൻ്റെ നല്ലൊരു ബുഷി പ്ലാന്റ്. അടുത്തതായിട്ട് വരുന്നത് പിങ്ക് സോഡിൻ്റെ ഒരു ബുഷി പ്ലാന്റ്. ഒരു റെഡ് വെറൈറ്റി കോമ്പോയാണ് കേട്ടോ ഇത്, ഇൻക്ലൂഡിങ് CC 1000 തന്നെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കോമ്പോ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കോമ്പോയ്ക്കകത്ത് 3 പ്ലാന്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഒന്ന് വരുന്നത് നമ്മുടെ പീച്ച് പനാമയുടെ ബുഷി പോട്ടാണ് കേട്ടോ. നല്ലൊരു ബുഷി പോട്ടാണ്. ഇതേ വിത്തൊരു ഷൂട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു ലീഫ്, രണ്ടാമത്തെ ലീഫ് വരുന്നത്, പെട്ടെന്ന് ഗ്രോത്ത് വരുന്നൊരു പ്ലാന്റ് കേട്ടോ പീച്ച് പനാമ. അപ്പോൾ ഇതാണ് പീച്ച് പനാമ, നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ് പീച്ച് പനാമയുടെ ഒരു ബുഷി പോട്ട്. അടുത്ത റെഡ് എമറാൾഡിൻ്റെ പ്ലാന്റാണ് കേട്ടോ. റെഡ് എമറാൾഡിൻ്റെ നല്ല ബുഷി ആയിട്ടുള്ളൊരു പോട്ട് തന്നെയാണ് കേട്ടോ. ഇതിൽ 1, 2, 3 ഷൂട്ടുകൾ, 2-3 ഷൂട്ടുകളൊക്കെ താഴ്ന്ന് വന്നിട്ടുള്ളൊരു മദർ പ്ലാന്റാണ് കേട്ടോ നമ്മുടെ എമറാൾഡിൻ്റെ. അടുത്തത് വരുന്നത് ഗ്രീൻ ബട്ടർഫ്ലൈയുടെ പ്ലാന്റാണ്. അതും അടിയിൽ നിന്ന് ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 3ലും ഷൂട്ടുകളുള്ള പ്ലാന്റാണ് ഈ മൂന്നാമത്തെ കോമ്പോയിലെ 3 പ്ലാന്റ്സും കേട്ടോ. ഇതാണ് മൂന്നാമത്തെ കോമ്പോ. ഇനി നാലാമത്തെ കോമ്പോയിൽ 4 പ്ലാന്റാണുള്ളത്. മദർ പ്ലാന്റ്സ് ആണ് കേട്ടോ 4ഉം. ഷൂട്ടുകളായിട്ടില്ല, പക്ഷെ വലിയ മദർ പ്ലാന്റ്സ് ആണ്. ഒന്ന് വരുന്നത് ബിഗ് റോയുടെ വലിയൊരു മദർ പ്ലാന്റ്, വലിയ മദർ പ്ലാന്റാണ്. അടുത്തത് വരുന്നത് നമ്മുടെ റെഡ് വെറൈറ്റി തന്നെയാണ്. അതൊരു ഡയമണ്ടിൻ്റെയും പിന്നെ എന്താ പറയുക ബ്യൂട്ടിയുടെയൊക്കെ ഒരു മ്യൂട്ടേഷൻ പോലെയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. വലിയ പ്ലാന്റ് തന്നെയാണ്. അടുത്തത് സൂപ്പർ വൈറ്റിൻ്റെ വലിയ മദർ പ്ലാന്റാണ് കേട്ടോ. ലീഫുകൾ തന്നെ കണ്ടറിയാം, അടുക്കടുക്ക് പോലെ ലീഫുകളുണ്ട്. വലിയ മദർ പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ക്യാൻഡി, നല്ല ഡിമാൻഡുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ക്യാൻഡി ഇങ്ങനെ ലൈൻസ് വരും, ക്യാൻഡിയുടെ പ്ലാന്റാണ് കേട്ടോ. ഇതും ഒരു മദർ പ്ലാന്റാണ്. അപ്പോൾ ഈ 4 മദർ പ്ലാന്റ്സാണ് നമ്മുടെ നാലാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് കേട്ടോ. ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വരുന്നത് നല്ലൊരു റെഡ് മറൂണിൻ്റെ റെഡ് ഡ്രാഗണിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതാണ് പ്ലാന്റ് വരുന്നത്. അടുത്തത് വരുന്നത് സ്റ്റാർ പിങ്കും സ്റ്റാർ പിങ്ക് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തത് റൈസ് നാരോയുടെ ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് തായ് സൂപ്പർ വൈറ്റാണ്. അടുത്തത് തായ് റെഡാണ് കേട്ടോ. അപ്പോൾ ഈ 5 പ്ലാന്റാണ് നമ്മുടെ അഞ്ചാമത്തെ കോമ്പോയ്ക്കകത്ത് വന്നിരിക്കുന്നത് കേട്ടോ. റെഡും വൈറ്റും കോമ്പിനേഷനിൽ വരുന്ന ഒരു കോമ്പോയാണ്. ഇനി ആറാമത്തെ കോമ്പോ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ പ്ലാന്റാണ് കേട്ടോ. ആറാമത്തെ കോമ്പോയിൽ ഒന്ന് നമ്മുടെ ചൈനയുടെ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്, നല്ല വലിയ മദർ പ്ലാന്റാണ്. അടുത്തത് റെഡ് എമറാൾഡിൻ്റെ ഒരു മദർ പ്ലാന്റാണ് കേട്ടോ. ഷൂട്ട് വന്നു തുടങ്ങിയിട്ടുള്ള ഒരു മദർ പ്ലാന്റാണത്.
വലിയ പ്ലാന്റാണ്. അടുത്തത് വരുന്നത് റെഡ് വാലൻറ്റൈൻ്റെ ഒരു പ്ലാന്റാണ്. നെക്സ്റ്റ് വരുന്നത് ക്ലിയോപാട്രയുടെ ഒരു പ്ലാന്റാണ്. അടുത്തത് ഓറഞ്ച് ലിപ്റ്റിക്കിൻ്റെ ഒരു പ്ലാന്റാണ്. 4 എണ്ണം അത്യാവശ്യം വലിയ മദർ പ്ലാന്റ്, ഒരെണ്ണം ഒരു മീഡിയം സൈസ് പ്ലാന്റുമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ 6ാമത്തെ കോംബോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കോംബോസ്. അപ്പോൾ കോംബോ ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ DTDC കൊറിയർ സർവീസ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയറുകൾ അയക്കണത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.